നമസ്കാരം. എനിക്ക് 8 മണിക്കൂർ മാത്രമേ പണിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ എനിക്ക് ഈ സിനിമയുടെ പ്രോഫിറ്റ് ഷെയർ വേണം. മാത്രമല്ല എനിക്ക് യോജിക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ. ഒരൊറ്റ സംഭാഷണം പോലും ഞാൻ തെലുങ്കിൽ പറയില്ല. ഇതൊക്കെയായിരുന്നു ദീപിക പടുകോൺ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായി എത്തുന്ന സ്പിരിറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണ വേളയുടെ തൊട്ട് മുമ്പാണ് ദീപിക ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പാടെ സംവിധായകനായ സന്ദീപ് റെഡ്ഡി വാങ്ക പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഈ സിനിമയിൽ വേണ്ട, നിങ്ങൾക്ക് മാറി നിൽക്കാം, പകരം ഞാൻ എൻ്റെ പുതിയ നായികയെ കൊണ്ടുവരികയാണ്. തൃപ്തി ദിമ്രിയാണ് നായിക. തൃപ്തി ദിമ്രി സന്ദീപ് റെഡ്ഡി വാങ്കയുടെ തന്നെ അനിമൽ എന്ന രൺബീർ കപൂർ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തതാണ്. ആ സിനിമ റിലീസായ സമയത്ത് തൃപ്തി ദിമ്രിക്ക് ഒരുപാട് അപ്രീസിയേഷനാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം അവർ തന്നെ ഒരുപാട് ബോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാണ് പ്രഭാസിൻ്റെ നായികയായി എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇതൊരു വലിയ കോൺട്രവേഴ്സിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ദീപികയുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംവിധായകനായ സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്ക് സാധിക്കാത്തതോടെയാണ് ദീപിക പ്രോജക്റ്റിൽ നിന്നും പുറത്താകുന്നത്. പക്ഷേ സന്ദീപ് റെഡ്ഡി വാങ്ക പറയുന്നത് ഇങ്ങനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സംവിധായകൻ്റെ വാചകം. പക്ഷേ നിരവധി ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയാണ് ദീപികയ്ക്ക് അനുകൂലമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് വാസ്തവം. അജയ് ദേവ്ഗൻ, സെയ്ഫ് അലി ഖാൻ ഉൾപ്പെടെയുള്ളവർ ദീപിക എടുത്ത നിലപാട് വളരെ ശരിയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദീപിക ഇപ്പോൾ ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ നോക്കാനും ഒക്കെയായിട്ട് തന്നെ തൻ്റെ കുടുംബം നോക്കാനും തന്നെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദീപികയുടെ കൃത്യമായ നിലപാട് അനുകൂലിച്ചുകൊണ്ടാണ് ഈ താരങ്ങളൊക്കെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംവിധായകനാണ് രംഗത്തെത്തിയിരിക്കുന്നത്, മണിരത്നമാണ്. മണിരത്നം തഗ് ലൈഫിൻ്റെ പ്രൊമോഷൻ വേളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിമുഖങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ദീപിക അനുകൂലിച്ചുകൊണ്ട് മണിരത്നം രംഗത്തെത്തിയത്. മണിരത്നം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദീപികയുടെ ഈ ആവശ്യം അംഗീകരിക്കേണ്ടതാണ്. ഇതൊരു ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. മനുഷ്യത്വപരമായ ആവശ്യങ്ങൾ മാത്രമാണ് ദീപിക ഉന്നയിച്ചത്. അത് അവർ ഇപ്പോഴെങ്കിലും ഉന്നയിച്ചത് നന്നായി എന്നുള്ളതാണ് സംവിധായകനായ മണിരത്നം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ദീപിക സന്ദീപ് റെഡ്ഡി വാങ്ക കോൺട്രവേഴ്സീസ് ഇങ്ങനെ തുടർന്നൊരു സാഹചര്യവും കൂടി നിലനിൽക്കുകയാണ്. ഇപ്പോൾ മണിരത്നം തന്നെ തുടർന്ന് ദീപികയ്ക്ക് വേണ്ടി സപ്പോർട്ടുമായി രംഗത്തെത്തുന്നത്. ബോളിവുഡിൽ പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഫിൽമിംഗ് ആരംഭിക്കുന്നത് മുതൽ തന്നെ ഇങ്ങനൊരു കോൺട്രവേഴ്സി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴേക്കും പ്രഭാസിൻ്റെയും സന്ദീപ് റെഡ്ഡി വാങ്കയുടെയും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റായിട്ടാണ് ഈ സിനിമ വരുന്നത്. ആ സിനിമയ്ക്ക് ഇതുപോലൊരു വിവാദത്തിലൂടെ തുടങ്ങുമ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു എക്സ്ട്രാ മൈലേജ് ഈ സിനിമയ്ക്ക് കിട്ടേണ്ടതുള്ളൂ. പക്ഷേ വന്നതൊക്കെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. കാരണം ദീപിക ഇത് പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായും സ്പിരിറ്റ് എന്ന സിനിമ എങ്ങനെയാണ് അവർ ചിത്രീകരിക്കുന്നത്, എത്ര മണിക്കൂറാണ് ഇതിൻ്റെ ഷെഡ്യൂളുകൾ തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ബേസിക്കായിട്ടുള്ള ഈ ഒരു ആവശ്യം ഒരു പ്രധാന നായിക ഉന്നയിക്കുമ്പോൾ പോലും അത് അംഗീകരിക്കാൻ കഴിയാത്ത സംവിധായകൻ എത്രമാത്രം മണിക്കൂറുകളാണ് ഈ നായികയെ ഒരു ദിവസമെങ്കിലും പണിയെടുക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അങ്ങനെയുള്ള തുടങ്ങി നിരവധി ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ദീപികയെ സംബന്ധിച്ചിടത്തോളം ബോളിവുഡിൽ ഒരു പ്രധാനപ്പെട്ട നായികയാണ് ദീപിക. അവിടെ ഒരു ഭരിക്കുന്ന ഒരു രാജ്ഞി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നായികയായ ദീപിക പദുകോൺ ഉന്നയിക്കുന്ന പ്രോഫിറ്റ് ഷെയർ എന്തുകൊണ്ട് സംവിധായകന് നേടിക്കൊടുക്കാൻ സാധിക്കുന്നില്ല? കാരണം അവിടെ പ്രധാനപ്പെട്ട നായകന്മാരൊക്കെ തന്നെ പ്രോഫിറ്റ് ഷെയർസുമായി ബന്ധപ്പെട്ട് അവർ ഡീലുകൾ പറയുമ്പോൾ എന്തുകൊണ്ടൊരു നായിക പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പാടുപെടുന്നു എന്നുള്ളൊരു വിമർശനവും ഒരു ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. മാത്രമല്ല തെലുങ്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ള ദീപികയുടെ ആവശ്യത്തെയും ദീപികയ്ക്ക് അനുകൂലമായി തന്നെ രംഗത്തെത്തുന്നുണ്ട്. നിരവധി സിനിമകളിൽ ഇതുപോലെ തന്നെ പല താരങ്ങളും അവർക്ക് ആ ഭാഷ വഴങ്ങുന്നില്ലെങ്കിൽ അവർ അത് സംസാരിക്കാതെ ഇരിക്കാറുണ്ട്. അത് ആ പ്രോജക്റ്റിന് തന്നെ നന്നായിരിക്കാനുള്ളൊരു ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടായിരിക്കാം അവർ അത് ഉന്നയിച്ചത്. അതെന്തുകൊണ്ട് സംവിധായകൻ അംഗീകരിക്കുന്നില്ല തുടങ്ങി ദീപികയ്ക്ക് കൃത്യമായ അവർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾക്ക് അനുകൂലമായി തന്നെ ഒരു വിഭാഗം ആളുകൾ എത്തിയിട്ടുമുണ്ട്. അവിടെയാണ് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ നിലപാടിനെതിരെയും ഈ സ്പിരിറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനെതിരെയും സിനിമാ പ്രേക്ഷകർ തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ദീപികയ്ക്ക് സ്വാഭാവികമായും അവിടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളുടെയും ഇപ്പോൾ മണിരത്നത്തിൻ്റെ ഉൾപ്പെടെ പിന്തുണ ലഭിക്കുന്നതോടുകൂടി തന്നെ ദീപിക മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ തുടർന്നുള്ള അവരുടെ സിനിമകളിലും അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അതനുസരിച്ച് തന്നെയായിരിക്കും അവർ നിലവിലുള്ള പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു വാസ്തവം കൂടെ നിലനിൽക്കെ സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്ക് അനിമൽ എന്ന ചിത്രത്തിന് ശേഷം ഉണ്ടായ ഒരു ഹേറ്റും വളരെയധികമാണ്. കാരണം അർജുൻ റെഡ്ഡി എന്ന സിനിമയുമായി സന്ദീപ് റെഡ്ഡി വാങ്ക വന്നപ്പോൾ തന്നെ ഇത്രയധികം വയലൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നായകനെ പോർട്രേ ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് മേൽ ഇതിലും വൈൽഡായിരിക്കും എൻ്റെ അടുത്ത ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് രൺബീറിനെ വെച്ച് ആനിമൽ എന്ന സിനിമ സന്ദീപ് റെഡ്ഡി വാങ്ക ചെയ്യുന്നത്. അപ്പോഴും സന്ദീപ് റെഡ്ഡി വാങ്കയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം സ്പിരിറ്റ് വരുമ്പോഴേക്കും തൻ്റെ സിനിമ കരിയറിൽ തന്നെ ഏറ്റവും അധികം ഡിസ്പ്യൂട്ടിലേക്ക്, പ്രത്യേകിച്ച് താരങ്ങൾക്കിടയിലുള്ള ഡിസ്പ്യൂട്ടിലേക്ക് ഈ സംവിധായകൻ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. സോ ഈ പ്രോജക്റ്റുമായിട്ട് പ്രഭാസും തൃപ്തി ദിമ്രിയുമായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ തനിക്ക് അനുകൂലമായി
സിനിമാ മേഖലയിൽ നിന്ന് പലരും സംസാരിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷമകരമായ ഘട്ടത്തിലേക്ക് സംവിധായകരെ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ പോലും സ്പിരിറ്റിനെ അത് ബാധിക്കില്ല എന്നുള്ളതാണ് സംവിധായകൻ്റെ വാക്കുകൾ.